വിഷുക്കണി ദർശനത്തിനായി വലിയ തിരക്കായിരുന്നു ഇന്ന് രാവിലെ അനുഭവപ്പെട്ട് ശബരിമല സന്നിധാനത്തും വിഷുദിനത്തിലെത്തിയ കുഞ്ഞകൃഷ്ണന്മാരും ഗോപികമാരും ഒക്കെ മനോഹരമായ കാഴ്ചാനുഭവമായിരുന്നു. ഗുരുവായൂരിലും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുമൊക്കെ ദർശനത്തിനായി ആയിരങ്ങളാണ് എത്തിയത്. വിഷുദിനത്തിൽ ഗുരുവായൂരെത്തി ദർശനം നടത്തുക എന്നുള്ളത് എല്ലാവരും വലിയ പുണ്യമായി കണക്കാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ എത്തുന്ന ഭക്തരെല്ലാവരും തന്നെ മനസ്സിൽ അത്രത്തോളം ഗുരുവായൂരപ്പനെയും കണ്ണനെയും ഒക്കെ തന്നെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ആളുകൾ തന്നെയാണ്. അത്രത്തോളം തിരക്കും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് വിഷുദിനമായതിനാൽ തന്നെ ഒരുപാട് പ്രത്യേകതകളും ഇവിടെ ഉണ്ട്. ഇവിടെ ഡാൻസിനാണെന്ന് തോന്നുന്നു. ഡാൻസിനാണോ? ഇന്ന് വിഷുദിനത്തിൽ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷമായിരിക്കും. മാതൃഭൂമിക്കിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എവിടെന്നാ വരുന്നത്? ഇരിങ്ങാലക്കുട. നമ്മുടെ ജീവിത സാഹചര്യം അത്രയും തിരക്ക് പിടിച്ചതല്ലേ. ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സമാധാനവും. ഇന്നിപ്പോൾ ഉണ്ണിക്കണ്ണനെ കാണാൻ എത്തുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായി തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് അനുഭവപ്പെടുന്നത്. വലിയ തിരക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് ഉള്ളിലേക്ക് ക്യാമറ കയറ്റാൻ പറ്റില്ല, ഇല്ലെങ്കിൽ കടന്നു ചെന്ന് ഓരോരുത്തരോടും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാമായിരുന്നു. പക്ഷെ പുറത്തെന്താ നല്ല തിരക്കുണ്ട്. ആളുകളൊക്കെ ഇപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇങ്ങനെ കൂടി വരും തോറും ആളുകൾ വരുന്നതിൻ്റെ എണ്ണം കൂടുകയാണെന്ന് തന്നെ പറയാം. കാരണം മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും, തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ ആളുകൾ ഈ ഒരു ദിവസം ഇവിടെ എത്തുന്നുണ്ട്. രാവിലെ കാർമുകിൽ വർണ്ണനെ കണി കണ്ടുണർന്ന് കൈനീട്ടമൊക്കെ വാങ്ങി ബാക്കി സദ്യവട്ടങ്ങൾക്കൊക്കെയുള്ള ചെറിയ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് പിന്നെ ഇങ്ങ് പത്മനാഭൻ്റെ മണ്ണിലേക്ക് പത്മനാഭനെ കണ്ടൊന്ന് തൊഴുത് മടങ്ങാമെന്ന് കരുതി ആളുകൾ എത്തുകയാണ്. സമൃദ്ധിയുടെ ഒരു ദിവസമാണ്. ഈ വർഷം മുഴുവൻ ഇന്നീ ദിനം നന്നായാൽ, ഇന്ന് കാണുന്ന കാഴ്ചകൾ നന്നായാൽ, പ്രവർത്തികൾ നന്നായാൽ ഈ വർഷം മുഴുവൻ നന്നാകും എന്ന് കരുതുന്ന മലയാളികളാണ്. നമ്മുടെയൊക്കെ വിശ്വാസമാണ് ഈ ഒരു ദിവസം. അപ്പോൾ അത് രാവിലെ പത്മനാഭനെ കണി കണ്ടുണർന്ന് തൊഴുതു പ്രാർത്ഥിച്ചു തുടങ്ങാമെന്ന് കരുതി എത്തുന്നവരാണ് ഇവിടെയുള്ള ഓരോരുത്തരും. വിഷു എന്ന് പറയുമ്പോൾ അത്രമാത്രം മനോഹരമാണ്. പ്രത്യാശയോടെ എങ്ങനെ തുടങ്ങാം എന്നാണ് മനുഷ്യൻ വിഷുവിനെ ആലോചിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ശബരീശന്റെ അടുത്ത് നിന്ന് തുടങ്ങാം എന്നുള്ള ഒരു നിശ്ചയം, ആ നിശ്ചയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. തലമുറകൾ മുൻപ് പലതവണ മല കയറിയവർ ഇവിടേക്ക് ഈ പറയുന്നത് പോലെ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ആ കുട്ടികളെ കാണാം, അവരുടെ മുഖങ്ങൾ കാണാം. നമ്മൾ എങ്ങോട്ട് ക്യാമറ ചലിപ്പിച്ചാലും അവിടെ കുട്ടികൾ, അവരുടെ മുഖം, അവരുടെ ഭാവം എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്കണ്ണനെ പോലെ നിരവധി കുരുന്നുകളുണ്ട്. അവരുടെ കാഴ്ച തന്നെയാണ് ഏറ്റവും മനോഹരം. അപ്പം എവിടുന്നാ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? ആദ്യമായിട്ടാണ്. വിഷുവിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഇവിടെ തന്നെ ചോറ് കൊടുക്കണമെന്നുള്ള ഇതുണ്ടായിരുന്നു. ചേട്ടാ എവിടുന്നാ? ഞങ്ങൾ കുന്നംകുളം അല്ലേ? ആദ്യമായിട്ടാണോ വരുന്നത്? മാളികപ്പുറത്തിന്റെ പേരെന്താ? നമസ്വിയുടെ മുഖത്ത് ഒരു കൗതുക സന്തോഷമൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ വിഷുവിന്റെ കാഴ്ച അത് അതിമനോഹരമായി തുടരുകയാണ്. വലിയ സന്തോഷം എല്ലാവരുടെയും മുഖങ്ങളിലുണ്ട്.